ഹലോ ഫ്രണ്ട്സ്, തിങ്കൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കുറേ കുഞ്ഞുങ്ങളെയും ഒരമ്മയും കാണിക്കാം. ഇത് കണ്ടോ, ഇതിനകത്ത് നിൽക്കുന്ന വലിയ ആണ് അതിൻ്റെ അമ്മ. 12 കുഞ്ഞുങ്ങളാണ്. അതിൽ 2 പേര് പ്രാവിൻ്റെ കണക്ക് വെളുത്തിരിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ബ്ലാക്കാണ് കേട്ടോ, കരിങ്കോഴികളാണ്. തൊപ്പിയുള്ളതുകൊണ്ട് പിന്നെ നല്ല ഭംഗിയുള്ള കോഴികളാണ്. കഴുത്തിലൊന്നും ഈ രോമങ്ങളൊന്നും ഇല്ലാത്ത കോഴികളുണ്ട് കഴുത്തിൽ. പിന്നെ തൊപ്പി വെച്ചവരുണ്ട്, കുഞ്ഞു കാലുള്ളവരുണ്ട്. എല്ലാം നമ്മുടെ തന്നെ മുട്ട വെച്ചതാണ്. ഇവരെല്ലാവരുടെ വീഡിയോ പിടിക്കുന്നത് കണ്ടിട്ട് പേടിച്ച് നിൽക്കുകയാണ്. നല്ല ചൂടാണ് ഇവിടെ. ഓലയൊക്കെ കുറച്ച് വെട്ടിച്ചാരിയിരിക്കുകയാണ് എൻ്റെ 4 ചുറ്റും. കാരണം നല്ല ചൂടാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അറിയാമല്ലോ. ഇവർ എന്നെ കണ്ടിട്ട്, ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് കണ്ടിട്ട് വലിയ അത്ഭുതം. മക്കളെ കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ അമ്മയും മക്കളും. ഇനി ഇപ്പുറത്ത് കൂട്ടിലും വലിയ കോഴികൾ കിടപ്പുണ്ട്. എല്ലാം നാടനാണ്. കുറേ ഞാൻ വിരിയിച്ച കുഞ്ഞുങ്ങളാണ് എല്ലാം. അപ്പം അമ്മച്ചിമാരായ എല്ലാവരും ഒരാൾ മുട്ടയിടാൻ ഇരിക്കുന്നു. ഇതിൻ്റെ വാതിലൊന്ന് തുറക്കട്ടെ, അന്നേരം ഒന്നുകൂടെ നമുക്ക് നല്ലതുപോലെ കാണാമല്ലോ. അതാണ് വാതിൽ തുറന്നു. ഇവരെല്ലാം അത്ഭുതത്തിൽ നോക്കുകയാണ്. രാജാവ് നിൽക്കുന്നുണ്ടോ? ഇവരെല്ലാം ഇങ്ങനെ അത്ഭുതത്തിൽ നോക്കുകയാണ്. ഇതെന്താണ്? ഞങ്ങൾക്ക് ഫുഡൊക്കെ തരുന്ന അമ്മ വന്ന് ഫോണെടുത്ത് ഞങ്ങളുടെ ഫോട്ടോ എടുക്കുവാണോ? അതായിരിക്കും. രാവിലെ വലിയ ജോലിയൊന്നുമില്ല. റമദാൻ ആയതുകൊണ്ട് നോമ്പാണ്. അത് കാരണം വലിയ ജോലിയൊന്നുമില്ല. പിന്നെ പ്ലാന്റ്സൊക്കെ കുറച്ച് പേർക്ക് അയക്കാനുണ്ട്. അതിന് കോക്കോപ്പിറ്റ് കിട്ടാത്തതിനാലാണ്. നാളെ തന്നെ അവർക്കെല്ലാം ബാക്കിയുള്ളവർക്ക് അയച്ച് തീരുന്നതാണ്. പിന്നെ നമ്മൾ പുതിയ വീഡിയോസ് ഇടും. ഇതൊക്കെയാണ് നമ്മുടെ കോഴി വിശേഷം. ഇത് വേറെ കൂടാണ്, മറ്റേ കൂടല്ല. ഇത് തറയിലെ കൂടാണ്, തറയിൽ വെച്ചിരിക്കുന്നതാണ്. ഇതിലും കുറേ ഉണ്ട്. ഇതിനകത്തൊരു തക്കാളി ബോക്സ് കാണുന്നുണ്ടോ? ആ ബോക്സിനകത്ത് കുറച്ച് മുട്ടയായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ 12 മുട്ട വെച്ചിട്ട് ബാക്കി മുട്ടയും എടുത്ത് അവളെ മാത്രം അതിൽ വെച്ച് അങ്ങനെ വിരിഞ്ഞാണത്. ഒന്നും ചെയ്തില്ല. മുട്ട ഇവിടെ പുറത്തിങ്ങനെ അടയിരിക്കുന്ന കണ്ട് ഞാനത് എടുത്തില്ല. ബാക്കി മുട്ടയും എടുത്ത് അങ്ങനെ അവർ വിരിഞ്ഞു വന്നതാണ്. എല്ലാ മുട്ടയും വിരിഞ്ഞു. മാഷാ അല്ലാഹ്. അങ്ങനെ കിട്ടിയ കുട്ടികളാണിതെല്ലാം. പിന്നെ ഇതിൻ്റെ 4 ചുറ്റും കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ച ഒരു വെണ്ടയാണ്. ആനക്കൊമ്പൻ വെണ്ട എന്നൊക്കെ പറഞ്ഞാണ് അതിൻ്റെ തൈ തന്നത്. പക്ഷേ ചെറിയ കുഞ്ഞു വെണ്ടയ്ക്കയാണ്. പിന്നെ പയറുണ്ട്. പയറൊക്കെ ഇഷ്ടം പോലെ പിടിച്ചെടുക്കും. ഒക്കെ പയറുകൾ ഇടയ്ക്കൊക്കെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട് പയർ. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് പച്ചക്കറിയും കുറച്ച് ചേമ്പ്, വാഴ, ഇങ്ങനെയൊക്കെ കുറേ ഉള്ള വഴുതനങ്ങ, മുളക്, ചീര, ഇതൊക്കെയാണ് നമ്മുടെ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട്. കോഴിക്കൂടിൻ്റെ എല്ലാ സൈഡിലുമായിട്ടും വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ വഴുതനമാണ്, വയലറ്റ് വഴുതന. ഇതെല്ലാം ആ കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ചത്. കാരണം വീട് പണി വന്നപ്പോൾ ഞാൻ കുറേ എനിക്ക് പച്ചക്കറി ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ സീഡൊക്കെ എടുത്ത് വെച്ചിരുന്നു. പക്ഷേ ഒന്നും കിട്ടിയില്ല. വീട് പണി വന്നപ്പോൾ എല്ലാം പോയി. ഇതൊക്കെയാണ്. ഇത് ചീര, പയർ. പിന്നെ നമുക്കിവിടെ ചേമ്പ് നിൽപ്പുണ്ട്. ഒക്കെ ചേമ്പാണ്. ചേമ്പിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. കിളച്ചെടുത്തില്ല. കുറച്ചേറെ ഉണ്ട് ചേമ്പ്. പിന്നെ നമ്മുടെ കോഴി എല്ലാവരും പച്ചക്കറിയൊക്കെ കണ്ട് ഇതിൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കും. അവർ കഴിക്കും. ഇത് ഷീറ്റ് സൈഡിൽ വെച്ചിരിക്കുന്നത് നല്ല ഹൈറ്റുള്ള കൂടാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോസ് ഇട്ടിരുന്നു. ഈ പട്ടിയുടെ ശല്യം കാരണമാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.